തക്കളി ഉമ്മിക്കോ മര്യാദ അങ്ങോട്ട് പിടിച്ചേ. പിന്നെ ഡാഡിയും കൂടെ കൂട്ടിക്ക് സാറ്റ് കളിക്കുക. തക്കളി കുനിയ ആവി കിട്ടണേ. തക്കളി കളിക്കരുത്, ദേഷ്യം പിടിപ്പിക്കന്നെ. ഇത് പിടിച്ചാൽ ഇത് കുറയത്തുള്ളൂ. നീ കണ്ണടച്ച് വെക്ക്. ഇതൊക്കെ ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എല്ലാം ക്ലിയർ ആവും. നല്ലപോലെ വലിച്ചു കയറ്റിക്കുക മൂക്കിലോത്തോട്ട്. കണ്ണടച്ചേക്ക്. എന്നെ ദേഷ്യം പിടിക്കും. കണ്ണടച്ച് വെച്ചിട്ട് വായും തുറന്ന് ആവി പിടി. കണ്ണടച്ചോ. ഇത് കിടക്കട്ടെ, ബെഡ്ഷീറ്റ് കിടക്കട്ടെ. ആവി കിട്ടുന്നുണ്ടോ അടി? ഒന്ന് വലിച്ചു കയറ്റിക്കുക നല്ലപോലെ. ഇത് എങ്ങനെ നിൽക്കണ ഇത്? തക്കളി ഇങ്ങനെ നിന്നാ ആവി കിട്ടുമോ? തക്കളി ഇത് ഇങ്ങനെ ഇച്ചിരി പൊള്ളട്ടെ. അസുഖം കുറയണം. ഇനിയാലും അവൾ ഇങ്ങോട്ട് ഒന്ന് പിടിച്ചേ. പിടിച്ചോ. നീ ഇനി വേണ്ട, വാ തുറന്നു. തക്കളി അത് ചൂട് വെള്ളം ദേഹത്ത് വീണ് കളിക്കാതെ അങ്ങോട്ട് ഒന്ന് പിടിച്ചേ. തക്കളി കണ്ണടച്ച് വെക്ക്. നീ കണ്ണടച്ച് വെച്ചിട്ട് പിടിച്ചാ അങ്ങോട്ട്. ദേഷ്യം പിടിപ്പിക്കാനോട്ട് കുറെ നേരം. അയ്യോ അങ്ങനെ പറയരുത്. ഡോക്ടർ പറയണ കേക്കണം. കളിയാക്കിയതല്ലേ, ഞാൻ കാര്യം പറഞ്ഞതാ. ഈ ഡോക്ടറെ ഇതുപോലുള്ള പല അസുഖങ്ങളും വന്നപ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചികിത്സിച്ചിട്ടുള്ളത്. അപ്പൊ ഡോക്ടർ വന്ന പാവം എന്റെ പെണ്ണ്. ഇതൊന്നും നടക്കൂല. ഇത് ഈ സാധനം നല്ലതല്ലാന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ മരുന്നും കൂടി അതിന്റെ കൂടെ കഴിക്കണം. അല്ലാതെ ഇത് മാത്രമായിട്ട് പനി മാറിയ ചരിത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ല. മരുന്ന് അകത്തോട്ട് കഴിക്കണതിന് മുമ്പ് ഇത് പിടിച്ച് അതിൽ 2 ഗുളിക ഇട്ടിട്ടുണ്ട്. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇത് ചെയ്ത് കൊടുക്കണേ? ഇതുവരെ കുറഞ്ഞോക്ക്. ഇത് ഇത്രയും പ്രാവശ്യം ചെയ്തതിൽ ഒരു പ്രാവശ്യം പോലും നേരെ അത് മരുന്ന് അകത്തോട്ട് കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞത് പിള്ളേരത് ചെയ്യില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം ഡോക്ടർ? അല്ല, ഇതൊരു കമ്പെടുത്ത് 2 എണ്ണം ചന്തി കൊടുക്കാൻ കണ്ടല്ലോ. അവള് പിടിക്കും അന്തസ്സായിട്ട്. എനിക്ക് ചെയ്യാറില്ല. ഇപ്പൊ ആവി പിടിക്കുന്നത് ഇങ്ങനെ യൂണിഫോമിലോ? അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു. യൂണിഫോം ഇട്ടേ ആവി പിടിക്കാം. ഇതും കൊണ്ട് മാറിയില്ലെങ്കിലുണ്ടല്ലോ നിങ്ങളെ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് കടത്തും. മാറിയാലോ? നീ കുടുംബത്തിൽ നിന്ന് കടന്നു പോവോ? ഞാൻ പോവില്ല. അപ്പൊ പിന്നെ അങ്ങനെ വേണ്ട, ഒരു പകലായിട്ട് ഗുളിക കഴിക്കരുത് മോനെ, ചത്തുപോകും. മോളെ ഇതിന്റെ ആവി ഉണ്ടല്ലോ, ഇത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ചെല്ലുമ്പോ അതിനകത്ത് കിടക്കുന്ന ഇതെല്ലാം കഫമൊക്കെ ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരും.